അസ്സലാമു അലൈക്കും. കുറച്ച് നാളായിട്ട് കാണാത്ത ഒരാൾ വന്നിരിക്കുകയാണ് അജിതേച്ചി അല്ലെ. അജിതേച്ചി ഇവിടെ വന്നത് 2025 ജനുവരിയിലാണ് ഫസ്റ്റ് വന്നത്. ഇപ്പം 2 മാസങ്ങൾക്ക് ശേഷം വന്നതാണ് അല്ലെ. ബാംഗ്ലൂരാണ് ഇപ്പൊ ഉള്ളത് അജിതേച്ചി. അജിതേച്ചി ഇവിടെ വന്ന പ്രയാസങ്ങളൊക്കെ എന്തായിരുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്നൊക്കെ ഒന്ന് അവരോട് പറഞ്ഞു കൊടുക്ക്. ഇവിടെ വന്നപ്പോ വളരെ മാറ്റങ്ങളുണ്ടേനും കുറെ 2 കൊല്ലൊക്കെ ചുമ കാരണം ഒത്തിരി വലിയ വ്യത്യാസമുണ്ട്. 2 കൊല്ലമായിട്ട് എങ്ങനത്തെ ചുമയായിരുന്നു? ചുമ കൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി? ശ്വാസം കിട്ടാതെ ഒരു പ്രയാസങ്ങളുണ്ടായിരുന്നു. കുത്തി കുത്തി ചുമച്ച് ശ്വാസം കിട്ടൂലായിരുന്നു. എന്നിട്ട് എവിടെയൊക്കെ കാണിച്ചു? പല ഡോക്ടറെയും കാണിച്ച് ഒരു വ്യത്യാസം കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് കാണിച്ച് ഇപ്പൊ ഭേദമുണ്ട്. പരക്ക് വളരെ വ്യത്യാസമുണ്ട്. ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും പകലും ഒക്കെ ചുമ ഉണ്ടായിരുന്നു അല്ലെ. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ പകലത്ത് മാറി, രാത്രി മാത്രമായി. പിന്നെ അതിനുശേഷം പിന്നെ അതും മാറി, ഏകദേശം മാറി. പിന്നെ കൈക്ക് തരിപ്പുണ്ടായിരുന്നു അല്ലെ, ശ്വാസം മുട്ടലുണ്ടായിരുന്നു, പിന്നെ ശരീരമാസകലുള്ള വല്ലാത്ത വേദന അല്ലെ. പിന്നെ വേറെന്തൊക്കെയാ ഉണ്ടായത്? ക്ഷീണം അല്ലെ. പിന്നെ അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെന്താ, വല്ലാത്ത ഷോൾഡർ വേദന വല്ലാണ്ട് ബുദ്ധിമുട്ട്. അതെ 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 അതെ. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഏകദേശം 2 മാസത്തോളമായി നമ്മളെ കണ്ടിട്ട് അല്ലെ. 2 മാസം കഴിഞ്ഞ് കണ്ടിട്ട്. അപ്പോ ഇപ്പൊ വരുമ്പോ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊന്നുമില്ല. നല്ല സുഖമായിട്ട് ജീവിക്കുന്ന നല്ല സുന്ദരിയായി മാറിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. വേറെന്താ പറയാനുള്ളത്? ഓക്കെ, എന്നാൽ ഇപ്പൊ നാട്ടിൽ വരുമ്പോഴെല്ലാം ഓക്കെ.